തടിച്ചി, ശീമപ്പന്നി, കുട്ടിപ്പോർക്ക്, ആന, ഐരാവതം അങ്ങനെ കുറേ പേരുകളൊക്കെ കേട്ട് കുറേ മുറിവ് പറ്റിയൊരു മനസ്സായിരുന്നു എൻ്റെ. എൻ്റെ അമ്മേനോട് എന്നെ എന്തിനാണ് ജനിപ്പിച്ചതെന്ന് വരെ ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടമല്ല, എൻ്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കില്ല, എൻ്റെ കറി ഷെയർ ചെയ്യില്ല. തകർന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ചത്തുപോയാൽ മതി എന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പാറ്റഗുളിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സും കസിൻസൊക്കെ കൂടി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻസിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അഞ്ജു ചേച്ചിയുടെ തുടയ്ക്ക് ഭയങ്കര നെയ്യാണല്ലോ, ഭയങ്കര വണ്ണമുള്ള തുടയാണല്ലോ, പെരുന്നാളിനൊക്കെ പോർക്കിറച്ചിയായിട്ട് വിൽക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മയും മോളും എന്നെ നോക്കിയിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടി പറഞ്ഞതേ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് കേട്ടിട്ട് അതിൻ്റെ അമ്മ അത് തിരുത്താതെ അവരും അതിൻ്റെ ഒപ്പം നോക്കി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ നല്ല രീതിക്ക് വിഷമിച്ചു എന്ന് പറയാം. വിഷമിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നല്ല രീതിക്ക് കരയുകയും ചെയ്തു. എൻ്റെ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നിങ്ങൾ കേട്ടോളൂ. എൻ്റെ പേര് അഞ്ജു അഗസ്റ്റിൻ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. സെൻറ്റ് തെരേസാസ് കോളേജിൽ ഞാൻ PG ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ ഭയങ്കര ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് അത്ര വലിയ മനോഹരമായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. തടിച്ചി, ശീമപ്പന്നി, കുട്ടിപ്പോർക്ക്, ആന, ഐരാവതം അങ്ങനെ കുറേ പേരുകളൊക്കെ കേട്ട് കുറേ മുറിവ് പറ്റിയൊരു മനസ്സായിരുന്നു എൻ്റെ. കുഞ്ഞിലേ എന്നെ വലിയ രീതിക്ക് അത് എഫക്റ്റ് ചെയ്തിരുന്നില്ല. 5th പഠിച്ചിരുന്ന സമയത്ത് ഞാൻ വേറെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആവാനും മിണ്ടാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം വേറെ സ്കൂൾ മാറി വന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ ആർക്കും എന്നെ അങ്ങനെ വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പോരാത്തതിന് ഒരു തടിച്ചായിട്ടുള്ളൊരു കുട്ടിയുമാണല്ലോ, ആർക്കും വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഭയങ്കരമായിട്ട് കളിയാക്കുക, ഞാൻ എന്തെങ്കിലും പറയുന്നതിനൊക്കെ ആക്കിച്ചിരിക്കുക, അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയായിരുന്നു. എന്നാലും ഞാൻ ആ ഒരു ടൈമിൽ വലിയ രീതിക്ക് എൻ്റെ മനസ്സിനെ അതൊന്നും എഫക്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു +1 +2 ടീനേജിലേക്ക് കിടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെറുക്കപ്പെട്ടൊരു കാലഘട്ടമാണ് +1 +2 എന്ന് പറയുന്നത്. ക്ലാസ്സിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല. അഞ്ജു എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറയാൻ വിഷമിച്ചവരുണ്ട്. എന്നെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യില്ല, എൻ്റെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടമല്ല, എൻ്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കില്ല, എൻ്റെ കറി ഷെയർ ചെയ്യില്ല. അങ്ങനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് ഞാൻ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നുപോയ ഒരാളാണ്. ഡിപ്രഷൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു ഭംഗിവാക്കായിട്ട് തോന്നും. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്നെ കുറേ പിള്ളേരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. +2 ഇതുപോലെ ട്രിപ്പ് പോകുന്ന സമയത്ത് എനിക്കങ്ങനെ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ മിസ് എന്നെ ഒരു ഗ്രൂപ്പിലാണ് അലോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒപ്പം റൂമിൽ സ്റ്റേ ചെയ്യണം. അപ്പോൾ എന്നോട് എൻ്റെ റൂമിലുണ്ടായിരുന്ന പിള്ളേർ എന്നോട് താഴ്ത്തിറങ്ങി കിടക്കാനൊക്കെ പറഞ്ഞു. അഞ്ജുന് താഴെ സ്ഥലമുണ്ടല്ലോ, താഴ്ത്തിറങ്ങി കിടന്നോളാനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും നമ്മൾ അവോയ്ഡ് ചെയ്യുക, ഒറ്റപ്പെടുത്തുക, കുറ്റം പറയുക, കളിയാക്കി ചിരിക്കുക. തകർന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ചത്തുപോയാൽ മതി എന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പാറ്റഗുളിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് കരയാത്തൊരു നിമിഷം പോലുമില്ല. പാരൻസ് മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ അമ്മേനെ വിളിപ്പിക്കും. അഞ്ജുന് എന്ത് പറ്റി, അഞ്ജുന് എന്താണ് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എല്ലായിടത്തും ഇങ്ങനെ ഉരുകി വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അമ്മേനെ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഞാൻ എന്നും സുന്ദരി തന്നെയായിരുന്നു. എന്നെ ഏതൊരു ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും എൻ്റെ അമ്മ നല്ല ഒരുക്കിയൊക്കെയാണ് വിടാറ്. പക്ഷേ ഫാമിലി ഫംഗ്ഷനൊക്കെ പോയി വീട്ടിലേക്ക് തിരിച്ച് ഞാൻ വരുന്നത് കരഞ്ഞിട്ടാണ്. ഒറ്റപ്പെടുത്താനും കളിയാക്കാനും അങ്ങനെ കുറേ പേര് എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡിഗ്രി ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും കൊറോണ കാര്യങ്ങൾ, ലോക്ക്ഡൗൺ ഒക്കെ വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വരെ ചെയ്തത്. അപ്പോൾ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. കാരണം എൻ്റെ വിഷമങ്ങളും എനിക്ക് സ്ട്രെങ്ത് തരുന്ന ഒരാളായിരുന്നു അമ്മ. അപ്പോൾ അമ്മ പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ശക്തി തരാൻ ആരുമില്ല. ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലായി. എന്നെ സമാധാനിപ്പിക്കേണ്ട ആൾ ഏറ്റവും വലിയൊരു അസുഖത്തിൽ പെട്ടിരിക്കണം. അപ്പോൾ ഞാനല്ലേ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് മാറിയേ പറ്റൂ. ഞാൻ എന്തായാലും ഈ ബോഡിയിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം കളിയാക്കലും പുച്ഛവും മതിയായി എന്നുള്ള രീതിയിലായി ഞാൻ. അങ്ങനെ ആ ഒരു ടൈമിൽ ടിക്ടോക്കൊന്നും ബാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ടിക്ടോക്കൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് അതുപോലെ ഒന്ന് ചെയ്തുകൂടാ. ജിമ്മിൽ പോകാനായിട്ട് ഞാൻ പപ്പേനോടൊക്കെ ചോദിക്കുമ്പോൾ പപ്പയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കസിൻസിൽ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ജിമ്മിൽ പോയാലൊന്നും ശരിയാവില്ല, ജിമ്മിൽ ഗേൾസ് അങ്ങനെ അധികം വരാറില്ല, പിന്നെ നീ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ലൂസ് സ്കിൻ വരും, പിന്നെ അത് കട്ട് ചെയ്ത് കളയേണ്ടി വരും.
നമ്മൾ നോക്കുമ്പോൾ എല്ലാ വാതിലുകളും അടയാണ്, നമുക്ക് ആരുമില്ല സപ്പോർട്ട്, ഒരു ഒരു മാർഗവും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ തന്നെ വീട്ടിൽ വർക്കൗട്ട് തുടങ്ങും. എനിക്കങ്ങനെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും കണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായി. ഞാനങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ജിം, എമി വോങ്, ലില്ലി സാബ്രി, സൂസൻ നയാബർ, അങ്ങനെ കുറേ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ യൂട്യൂബ് ചാനലുകളൊക്കെ കയറി റെഫർ ചെയ്തിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ആ ഒരു ടൈമിൽ പെട്ടെന്നൊരു ശക്തിയും ഒരു വിശ്വാസവും ഒക്കെ തോന്നിയിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വണ്ണം വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ട്, കിതപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഡയറ്റുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ ഡോക്ടേഴ്സിൻ്റെ ചാനലുകളൊക്കെ റെഫർ ചെയ്തിട്ട് എന്ത് ഫുഡ് കഴിക്കണം, കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ളതൊക്കെ റെഫർ ചെയ്തിട്ട് ഞാനൊരു വാശിക്ക് തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എൻ്റെ മിററിൽ നോക്കുമ്പോൾ എൻ്റെ കഴുത്തിന് ചുറ്റും കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി മാഞ്ഞു തുടങ്ങുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ഗുണം എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ശരീരത്തിന് മാത്രമല്ല എൻ്റെ മനസ്സിനും കുറച്ച് കോൺഫിഡൻറ്റും ശക്തിയൊക്കെ കിട്ടുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ ഇന്ന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി. കാരണം കുറേ പേരുണ്ട് നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും. അഞ്ജു എൻ്റെ ഫ്രണ്ടല്ല, അഞ്ജു ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഞാനില്ല കേട്ടോ മിസ്സേ, അഞ്ജുവിനെ എൻ്റെ അടുത്തിരുത്തണ്ടെന്നൊക്കെ പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. ഞാൻ ഇങ്ങനെ ബോഡി ഷേമിങ് കേട്ടത് കൊണ്ട് മാത്രം ഡിപ്രഷനിലേക്ക് കടന്നുപോയ ഒരാളാണ്. വല്ലാതെ കരയുക, മാറി നിൽക്കുക, ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു എൻ്റെ അമ്മേനോട്. എന്നെ എന്തിനാണ് ജനിപ്പിച്ചതെന്ന് വരെ ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ശരീരത്തിൽ എനിക്ക് ഈ ഒരു ശരീരത്തോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വരെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മേനെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണം എൻ്റെ അമ്മ കുറേ സ്ഥലത്ത് നാണം കെട്ട് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ പ്രതി കരഞ്ഞ കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേഷ്യം കയറുമ്പോൾ ഞാൻ കൈ കിട്ടിയതൊക്കെ എറിഞ്ഞു പൊട്ടിക്കും, കട്ടിലൊക്കെ എടുത്ത് പൊക്കും. കാരണം എനിക്ക് എന്താ അന്നത്തെ അവസ്ഥ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനൊരു മൃഗമായി മാറുന്ന പോലെ തോന്നി. കാരണം ഒരു ഫാമിലി ഫംഗ്ഷന് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം കളിയാക്കി നമ്മളെ അങ്ങോട്ട് ഇല്ലാതാക്കാന്ന് പറയില്ലേ. ഞാൻ പാറ്റ ഗുളിക കഴിച്ചിട്ടുണ്ട്, ടെറസിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ജീവിതം മതിയായി. ഈ ഒരു ശരീരം വെച്ച് ജീവിച്ചിരിക്കുന്നതേ ഞാൻ ചെയ്യുന്ന എന്തോ തെറ്റ് പോലെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് 79 കിലോ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ 1.5 വർഷം കൊണ്ട് വർക്കൗട്ട് ചെയ്ത് ഞാനിപ്പോൾ 42 കിലോയിലേക്ക് ആയി. എനിക്ക് വേറൊരു ഗൈഡൻസോ ട്രെയിനറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായാണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് ചാനലുകൾ മാത്രമായിരുന്നു എനിക്ക് സഹായമായിട്ടുണ്ടായിരുന്നത്. വാശിയായിരുന്നു, എനിക്ക് നല്ല വാശി ഉണ്ടായിരുന്നു. എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റില്ല, നിനക്ക് പാരമ്പര്യമായിട്ടുള്ള വണ്ണമാണ്, നീ ഇങ്ങനെ മാറാനൊന്നും പോണില്ല, നിനക്കൊക്കെ ചെക്കനെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും, നീ ഇങ്ങനെ ഉണ്ടാപ്പിയായിട്ട് തന്നെ ജീവിക്കുള്ളൂ എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്. ടീച്ചേഴ്സ് വരെ എന്നെ കളിയാക്കിയവരുണ്ട്. ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയുന്നത് എപ്പോഴും വണ്ണുള്ള ഒരു അഞ്ജുവിനെ കുറിച്ചിട്ടാണ്. അഞ്ജു എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ചിരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇൻട്രോവേർട്ടാണ്, അയ്യേ അഞ്ജു അല്ലയോ, അങ്ങനത്തെ ഒരു കൊച്ചുണ്ടല്ലോ ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയുക അപമാനപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ട് എന്നെക്കുറിച്ച് ഓർത്തിട്ട്. എന്നെ ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചാൽ ആരെയും ബോഡി ഷെയിം ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കുന്നവരൊന്നുമില്ല, ചെയ്യും. പക്ഷെ അത് എത്രത്തോളം ആ കുട്ടിയുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയില്ല. ചിലപ്പോൾ ആ കുട്ടിയുടെ കരിയറിനെ തന്നെ ബാധിക്കാം. കാരണം മാനസികമായിട്ട് തളർന്നു പോകുന്ന കുറേ പേരുണ്ട് ബോഡി ഷേമിങ് മൂലം. അതിൽ നിന്ന് കുറച്ചൊക്കെ റിക്കവറായി വരുന്നവരേ ഉള്ളൂ. അല്ലാത്ത ഭൂരിഭാഗം പേരും ഇൻട്രോവേർട്ടായി നിൽക്കുന്നവരാണ്. ഇപ്പോൾ അത്യാവശ്യം വണ്ണുള്ളവർ, നല്ല മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും. ഞാൻ എൻ്റെ ബോഡിയിൽ ഓക്കെയാണ്, എനിക്ക് മാറേണ്ട ആവശ്യമില്ല, അങ്ങനെ മൈൻഡുള്ളവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കലുകളിൽ കുറേയും മുറിയപ്പെട്ടൊരു മനസ്സാണ്. അപ്പോൾ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റില്ല, ജിമ്മിൽ പോകാനും പറ്റുന്നില്ല, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്നൊരു വാശി ഉണ്ടാവുകയും ചെയ്തത്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല, എനിക്ക് മാറിയേ പറ്റുള്ളൂ, എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് മാറിയേ പറ്റുള്ളൂ.
എനിക്കിപ്പോൾ കോൺഫിഡൻസ് കിട്ടണം, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു വാശി കാരണം കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഇപ്പം നമ്മൾ ആരൊക്കെ കളിയാക്കിയാലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റം പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ടാകും. അവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. മറ്റേ കായംകുളം കൊച്ചുണ്ണി മൂവിയിൽ ഇത്തിക്കരപ്പൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്, നമുക്ക് ചാകാൻ ആരെക്കൊണ്ടും പറ്റും, പക്ഷേ ജീവിച്ച് കാണിക്കാനാ പാട്. നമ്മൾ ജീവിച്ച് കാണിക്കണം. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.